ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ മാറ്റിയ കേസ്. ആ കേസിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് വിധി വരുമ്പോൾ ഏറ്റവും നിർണായകമായൊരു പേരുണ്ട്, ഒരു അനിൽ ഇമ്മാനുവൽ എന്നൊരു മാധ്യമപ്രവർത്തകൻ്റെ പേര്. ആ ഒരു കേസിൽ അനിൽ ഇമ്മാനുവൽ നടത്തിയ ഒരു ഇടപെടലാണ് ഈ ഒരു കേസിൻ്റെ ഗതി മാറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ആന്റണി രാജു കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുകയും ഇന്ന് എന്താകും വിധി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും അനിൽ ഇമ്മാനുവൽ നടത്തിയ ആ ഒരു യാത്ര, ആ ഒരു മാധ്യമ യാത്ര എന്താണെന്ന് നമ്മൾ നേരിട്ട് ചോദിച്ചറിയുകയാണ്. അനിൽ ഇമ്മാനുവൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ ഇമ്മാനുവൽ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു കേസിൻ്റെ ഗതി മാറ്റിയത് താങ്കളുടെ ഇടപെടലായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു കേസിൻ്റെ യാത്രയിലേക്ക് അങ്ങ് എത്തിപ്പെട്ടത്? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? നമുക്കെല്ലാം അറിയുന്ന ഒരു കേസ് ഉണ്ടാവുന്നത് 1990-ലാണ്. പക്ഷേ അതിനുശേഷം ഈ 2022 വരെ ഇതിൽ യാതൊരു നടപടികളും ഉണ്ടാകാതെ കേസിന്റെ അവസ്ഥ എന്താണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് മുമ്പൊക്കെ ഞാൻ ജേർണലിസം തുടങ്ങി ഏതാണ്ട് 10-25 വർഷമാകുന്നു. അപ്പോൾ ആ കാലം മുതൽ ഈ കേസിനെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയുന്ന ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല. അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നവർ പോലും അതിൽ കൃത്യമായിട്ട് ചിത്രം അവർക്ക് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തുടരുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ ആന്റണി രാജു എന്ന ജനപ്രതിനിധി ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സീറ്റ് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ കേസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പൊസിഷൻ എന്നറിയില്ല. അപ്പൊ അങ്ങനെ തുടരുമ്പോഴാണ് 2022 ഇതിന്റെ പൊസിഷൻ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് കരുതി ശ്രമിച്ചത്. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലായ ഒരു കാര്യം, ഈ കേസ് 16 വർഷമായി 1990-ലുണ്ടായ സംഭവമാണ് ഈ അടിവസ്ത്രം വെട്ടിത്തെളിച്ചു ചെറുതാക്കി എന്ന് പറയുന്നത്. കുറ്റകൃത്യം 90-ലുണ്ടായതാണ്. പക്ഷെ അതൊരു ബോധവോട് നടത്തി കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 1994-ലാണ്. അതിനുശേഷം ഒരു വട്ടം കേസ് പ്രതികളാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് കേസ് എഴുതി തള്ളുന്നുണ്ട്. അതിന് കഴിഞ്ഞ് 2006-ലാണ് ഇവർ രണ്ടുപേരാണ് പ്രതികളെന്ന് തിരിച്ചറിഞ്ഞ് ഇവർക്കെതിരെ കുറ്റപത്രം പോലീസ് കോടതിയിൽ കൊടുക്കുന്നത്. അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് 2006 സൗത്ത് സോൺ തിരുവനന്തപുരം സൗത്ത് സോൺ IGI TP സെൻകുമാർ വന്നപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്താണ് ഇതിന്റെ ഫയല് പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കുന്നത്. അങ്ങനെ തുടങ്ങിയ അന്വേഷണത്തിലൂടെയാണ് ഇവർ രണ്ടുപേരാണ് പ്രതികളെന്ന് തിരിച്ചറിയുന്നതും അവർക്കെതിരെ കുറ്റപത്രം നൽകുന്നത്. അന്ന് പ്രത്യേകം കോടതി പറഞ്ഞിരുന്നു, അന്വേഷണ സംഘം പറഞ്ഞിരുന്നു, ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ ഇതിലെ തെളിവുകൾ ഒന്നും ഇനി പുതുതായി കിട്ടാനില്ലാത്തത് കൊണ്ട് ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് അവരെ പ്രതികളായിക്കോട്ട് കുറ്റപത്രം കൊടുക്കുന്നത്. ഈ കുറ്റപത്രം 2006 കൊടുത്ത ശേഷം 2022 വരെയും ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ 2022 ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 2006 മുതൽ 8 വർഷം 2014 വരെ ഇത് വഞ്ചിയൂർ കോടതിയിൽ കേസ് ഇരിക്കുകയായിരുന്നു. ആ 8 വർഷം എത്തുമ്പോൾ ഈ കേസ് വിചാരണ നടത്തേണ്ട ഘട്ടത്തിൽ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യം വരുമ്പോൾ ഈ പ്രതികൾ രണ്ടുപേരും ചേർന്ന് കോടതിക്ക് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ഞാൻ ഈ കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്, മറ്റൊരാൾ പറയുന്നു ഞാൻ ഈ കോടതിയിലെ ഒരു ജീവനക്കാരനാണ്, അതുകൊണ്ട് ഈ കോടതിയിൽ വിചാരണ നടത്തുന്ന ഉചിതമാവില്ല എന്ന് പറയുന്നത് അവരുടെ തന്നെ അപേക്ഷയിൽ, സാധാരണ പോലീസ് അടുത്ത അപേക്ഷ കൊടുക്കുക, അവരുടെ തന്നെ അപേക്ഷയിൽ ഈ കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റുന്നു 2014. അവിടെ മുതൽ 2022 വരെ വീണ്ടും ഒരു 8 വർഷം ഇവിടെ നെടുമങ്ങാട് കോടതിയിൽ ഇതടക്കമില്ലാതിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഏതാണ്ട് ഈ 2014 മുതൽ 22 വരെയായി ഒരു 22 സിറ്റിങ്ങുകൾ അങ്ങാണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും വർഷം 8 വർഷത്തിൽ 22 തവണയാണ് കേസ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ പ്രതികളാരും ഹാജരാകുന്നില്ല. ഇടയ്ക്ക് പ്രതികളുടെ വക്കീല് ഹാജരാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ഒരു തവണ പോലും ഈ പ്രതികൾക്ക് ഒരു വാറന്റ് കോടതി അയച്ചിട്ടില്ല. അത് പതിവില്ലാത്തൊരു സൗമനസ്യമാണ്. മറ്റു കേസുകളിലെ പ്രതികളോട് കാണിക്കാത്തൊരു സൗമനസ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന്റെ രേഖകൾ ശേഖരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ ദുർഘടമായ ഒരു പ്രക്രിയയായിരുന്നു. കാരണം കോടതി തന്നെയും അതൊരു ബില്ലിംഗ് അല്ലായിരുന്നു. ഞാൻ കേസിലെ പ്രതിയുമല്ല കക്ഷിയുമല്ല. അപ്പൊ എനിക്ക് ഞാൻ മൂന്നാം കക്ഷിയാണ്, തേർഡ് പാർട്ടി എന്നുള്ളത് എനിക്കത് കിട്ടാൻ അവകാശമില്ല എന്നായിരുന്നു കോടതിയുടെ ആദ്യത്തെ പ്രതികരണം. പക്ഷെ എനിക്ക് അവകാശമുണ്ട് എന്ന് കാണിച്ചു കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് 226 എന്നൊരു വകുപ്പുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അത് പ്രകാരം ഞാൻ അപേക്ഷ കൊടുക്കുമ്പോഴും അത് ഈ കോടതിയിൽ അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞു. അപ്പൊ അത് ഒരു കോടതിക്ക് മാത്രമാണ് അതിന് നിലവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷെ ആ ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് ആണെങ്കിലും മജിസ്ട്രേറ്റ് എടുത്ത് ഇതിന് കഴിയില്ലെങ്കിൽ ഒന്ന് എഴുതി തരുമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനും അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് എഴുതി വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയിൽ പോകാനാണെന്ന് പറയുമ്പോൾ അവര് പിന്നീട് മജിസ്ട്രേറ്റിനോട് ചോദിക്കുന്നു. മജിസ്ട്രേറ്റ് പിന്നെ കോർട്ടിൽ കാണാൻ കൂട്ടാക്കുന്നില്ല. പിന്നീടാണ് ഹൈക്കോടതി വിജിലൻസിന് ഒരു പരാതി അയക്കുകയും ഹൈക്കോടതി വിജിലൻസ് ഇടപെടലുണ്ടായപ്പോഴാണ് മജിസ്ട്രേറ്റ് കാണാൻ കൂട്ടാക്കുന്നത്. കാണുമ്പോൾ തന്നെ മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്താണ് മറ്റുള്ളവരുടെ കേസ് നിങ്ങൾ എന്തിനാണ് എത്തി നോക്കുന്നത്, ഇത് ഒരു മോശം കാര്യമല്ല എന്ന് മട്ടിലാണ് ചോദ്യം. അല്ല അങ്ങനെ നിങ്ങൾ എത്തിനോക്കാൻ പോലെയല്ലേ എന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു പൗരനാണ്, ഒരു ജേർണലിസ്റ്റ് ആണ്,
ഇവിടെ ഭരിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നീടും ചില അങ്ങനെ പല നടപടിക്രമങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയ രേഖകൾ ലഭിക്കുന്നത് 2022 ജൂലൈയിലാണ്. അപ്പോ അതിനുശേഷം ഇത് വാർത്ത ഈ പ്രസിദ്ധീകരിക്കുക നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരു 5-6 ദിവസമായി ഒരു വാർത്താ പരമ്പര സീരീസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് പൂർത്തിയാക്കുമ്പോഴാണ് ഞാനൊന്ന് ജോലി ചെയ്ത മാധ്യമ സ്ഥാപനത്തിന് ഈ വാർത്ത കൊടുക്കാൻ താല്പര്യമില്ല കഴിയില്ല എന്ന് തന്നെ പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം ഇതില് സർക്കാരിനെ അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് മറ്റൊരു കാര്യമുള്ളത്, ഇത് ഇത്രയും വർഷമൊക്കെ ആയതിൽ എന്തിനാണ് പിന്നെ മറ്റാരും ഇതിന്റെ പുറകെ പോയില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പിന്നെ ഇത് ഞാൻ ആ ഘട്ടത്തിൽ ഞാൻ വലിയൊരു പ്രതിസന്ധി നേരിടുകയായിരുന്നു. കാരണം ഇത് ഞാൻ ഈ രേഖകളെല്ലാം ശേഖരിച്ച ശേഷം ഇത് വാർത്ത കൊടുക്കാറുണ്ട്, ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് അറിയുന്ന മറ്റു പലരും പുറത്തുള്ളവരുണ്ട്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പലരുമുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഇത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് വലിയ സംശയം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇതുപോലെ ഹൈ പ്രൊഫൈൽ പ്രതി ഉൾപ്പെട്ട ഒരു കേസിൽ രേഖ ശേഷം അത് നമ്മൾ കൈവച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് എന്തോ സെറ്റിൽമെന്റ് ആണ്, ഒത്തുതീർപ്പാക്കി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. 7 ദിവസമായി ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ ചെയ്തത്. അതിനുശേഷമാണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെല്ലാവരും ഏറ്റെടുത്തു, ചർച്ചയായി. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഇതിലെ 2ാം പ്രതി ആന്റണി രാജു ഹൈക്കോടതിയിൽ ഈ കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അത് ഭാഗികമായിട്ട് അനുവദിച്ചുകൊണ്ട് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകുന്നു. പക്ഷെ അതിൽ തൃപ്തനാകാതെ ഈ പ്രതി പിന്നീട് സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഇനി ഒരു തരത്തിൽ കാലതാമസം അനുവദിക്കാനാവില്ല, അത്രയും ഗുരുതരമായ കേസാണ്, ജുഡീഷ്യറിയെ ഇത്രയും മോശപ്പെടുത്തിയ ഒരു കേസാണ്, അതുകൊണ്ട് വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവില്ല, ഉടനടി പോയി മറ്റു നൂലാമാലകളൊന്നും തർക്കങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടത് അൺവാറന്റഡ് ആയിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അൺവാറന്റഡ്, അനാവശ്യമായിരുന്നു, അങ്ങനെ എല്ലാവരും വേണ്ടിയിരുന്നെന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 2024 നവംബർ 20 സുപ്രീം കോടതി അങ്ങനെ ഓർഡർ ഇട്ടത് പ്രകാരമാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയായി ശിക്ഷയിലേക്ക് എത്തി നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ഇത്രയുമാണ്. യെസ്, നമുക്കറിയാം 3 പതിറ്റാണ്ട് നീണ്ട ഒരു പോരാട്ടം. ആ ഒരു അത്രയും കാലഘട്ടം എന്ന് ചെറുതല്ല. ആ ഒരു കാലഘട്ടത്തിനിടയിൽ ഈ കേസിന് സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് സാർ ഇപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എത്ര ഉന്നതങ്ങളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ ഇടപെടൽ കാരണമാണ് ഈ ഒരു കേസ് നീണ്ടുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ താങ്കൾ തന്നെ പറഞ്ഞു, ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായിരുന്നു, ജോലി പോലും വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ആ ഒരു സമയത്ത്? ഇല്ല, മറ്റു തരത്തിലുള്ള വെല്ലുവിളികളല്ല ഇതില്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുമോ മറ്റു ഭീഷണികളോ മറ്റോ അങ്ങനെയൊന്നും എനിക്കെതിരുണ്ട് നേരിട്ടുണ്ടായിട്ടില്ല. സൗഹൃദത്തിൽ അടുപ്പമുള്ള ചിലർ വഴിയൊക്കെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ നേരിട്ട് ഒരു തരത്തിലും അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണിയുടെ രൂപത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു. ഒരു സ്ഥാപനം, ഞാൻ ജോലി ചെയ്ത സ്ഥാപനം, 17 വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇതുപോലൊരു സ്ഫോടനാത്മകമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഫോടനാത്മകം എന്ന് പറയുന്നത് ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു വാർത്തയാണത്. അതായത് ഇത്ര വർഷം പൂഴ്ത്തി വെച്ചൊരു കേസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഇടപാടാണ്. അങ്ങനെ വന്നാൽ ഏത് മാധ്യമ സ്ഥാപനത്തിനും അതൊരു വലിയ പിന്നെ കാര്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു മന്ത്രിയുടെ രാജി വഴിവെക്കാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അന്ന് അതിൽ എന്താണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇങ്ങനെ എന്നാണ് ഒരു ചോദ്യം അന്ന് ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ളവർ എന്നോട് ചോദിച്ചത്. എനിക്ക് വളരെ അടുപ്പമുള്ളവരാണ്, ഇപ്പോഴും പിണങ്ങിയിട്ടല്ല. പക്ഷേ ആ വാർത്തയ്ക്ക് യാതൊരു മൂല്യവുമില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ വാദം ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ന് എന്നോട് പ്രതികരണം ചോദിച്ചതോടെ ഞാൻ പറഞ്ഞു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ഊട്ടിയുറപ്പിക്കുന്ന, അടിവരയിട്ടുറപ്പിക്കുന്ന ഒരു വിധിയാണിത്. എത്ര കാലം കഴിഞ്ഞാൽ ഞാൻ അതിന്റെ സ്ഥാപനത്തിൽ നിന്ന് ചോദിച്ചു, ഇത്ര കാലം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ ഇനി പൊക്കിക്കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച ചോദ്യം കണക്ട് ചെയ്താണ് ഞാൻ ഈ പറഞ്ഞത്. എത്ര കാലം കഴിഞ്ഞാലും ഇതുപോലൊരു കുറ്റകൃത്യം മൂടി വെക്കാൻ ആര് ശ്രമിച്ചാൽ, എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതില് ഈ കുറ്റകൃത്യം നടത്തിയവർ അതിന് കണക്ക് പറഞ്ഞേ തീരൂ എന്നുള്ള ഒരു സത്യം അടിവരയിട്ടുറപ്പിക്കുന്ന വിധിയാണിത്. അതിൽ ഏറ്റവും ആശ്വാസം. വ്യക്തിപരമായി എനിക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു വാർത്തയുടെ വിജയം എന്നൊക്കെ പറയാമെങ്കിൽ തന്നെയും ആത്യന്തികമായി നിയമവാഴ്ചയുടെ വിജയമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, അതിലുപരി സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ വഞ്ചന, ഇത്രയും വകുപ്പുകളിലാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും ആന്റണി രാജു എന്ന് പറഞ്ഞത് കോടതികൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടും, അതിൽ താൻ ഏറ്റവും കൂടുതൽ തീരെ താൻ നിരപരാധിയാണ് എന്നൊരു പ്രതികരണമാണ് ഇന്ന് ആന്റണി രാജു നടത്തിയത്. ആ ഒരു പ്രതികരണത്തോട് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു?
നമ്മളിപ്പോ അതില് പ്രത്യേകിച്ച് ഒരു പ്രതികരണത്തിന്റെ ആവശ്യമുണ്ടോ? ഈ കൂടുതൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിയുന്ന ഒരു കേസിൽ ഏതെങ്കിലും പ്രതി ഞാൻ കുറ്റം ചെയ്തിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്താൽ നമ്മൾ ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും അവർക്ക് അതിനെ അവരെ സ്വയം ഡിഫെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് ഇതുപോലെ ഉന്നതമായ പദവികൾ വഹിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതല്ലാതെ മറ്റെന്തെങ്കിലും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മേൽക്കോടതികൾ ഉണ്ടല്ലോ എന്നൊക്കെ തുടങ്ങിയുള്ള പിന്നെ വാദങ്ങൾ എല്ലാവരും എല്ലാ ഘട്ടത്തിലും ഉന്നയിക്കും. അത് സുപ്രീം കോടതി പോകുന്നത് വരെയും അത്തരം വാദങ്ങൾ ഉന്നയിക്കാം. അതിനുശേഷവും വേണമെങ്കിൽ ഉന്നയിക്കാം. അത് തെറ്റൊന്നുമില്ല. അതിലേത് പ്രതിക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. യെസ്, ഇന്ന് വിധി വരികയാണ്. ഈ ഒരു സുപ്രധാന ദിവസത്തിന് നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി ശ്രീ അനിൽ ഇമ്മാനുവൽ.